തേങ്ങ വറുത്തരച്ച ഇഞ്ചിക്കറിക്ക് 1 മില്യൺ അടിച്ച സന്തോഷത്തിലിതാ തേങ്ങ ചേർക്കാത്തൊരു ഇഞ്ചിക്കറി. അപ്പൊ എങ്ങനെയാന്ന് കണ്ടാലോ? അതിനായിട്ട് ഞാനിവിടെ ഒരു 1/4 കിലോ ഇഞ്ചിയാണ് എടുത്തേക്കുന്നത്. എനിക്കിവിടെ നാടൻ ഇഞ്ചി കിട്ടിയില്ല കേട്ടോ. എന്തായാലും ഉള്ളതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് കാണിക്കുന്നത്. പലരും പല രീതിയിലാ കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ അതിനു വേണ്ടുന്ന ഇഞ്ചിയും കൊച്ചുള്ളിയും വൃത്തിയാക്കി നല്ലതുപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇഞ്ചി എല്ലാം ഒന്ന് ഞുറുക്കിയെടുക്കാം. കൂടെ നമ്മുടെ കൊച്ചുള്ളി കൂടി അരിഞ്ഞ് മാറ്റി വെക്കുന്നുണ്ട്. എന്റെ ചെറുപ്പത്തിലേക്ക് ഒരു ഇഞ്ചിക്കറി കൂട്ടണമെങ്കിൽ ഓണം വരണം. ഇപ്പൊ നമുക്കൊക്കെ എന്ത് കഴിക്കണമെന്ന് തോന്നുന്നു അപ്പം ഉണ്ടാക്കുക, കഴിക്കുക. പണ്ടത്തെ ആ ഒരു ഓണാഘോഷം ഒന്നും ഇപ്പൊ എവിടെയും ഇല്ലെന്നേ. അപ്പൊ അതൊക്കെ അവിടെ നിക്കട്ടെ. ഈ കൊച്ചുള്ളിയിലേക്ക് 2-3 വെളുത്തുള്ളിയും 2 പച്ചമുളകും കൂടി അരിഞ്ഞു ചേർക്കുന്നുണ്ട്. അപ്പൊ പഴയതുപോലെ നമ്മുടെ ഇഞ്ചി ഒന്ന് ചതച്ചെടുത്തോണ്ട് വരാം. ശേഷം ഞാനത് നന്നായി പിഴിഞ്ഞ നീരൊന്ന് അടച്ച് മാറ്റി വെക്കുവന്നേ. ആദ്യത്തെ ഇഞ്ചിക്കറിയുടെ വീഡിയോ കണ്ടവർക്കറിയാം എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന്. ഇനി ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കിയ ശേഷം ഒരു ചെറിയ കഷ്ണം കായ ഇട്ട് വറുത്തെടുക്കാം. അതിലേക്ക് തന്നെ പിഴിഞ്ഞു മാറ്റി വെച്ച ഇഞ്ചിക്കൊത്തും അരിഞ്ഞു വെച്ചിരുന്ന കൊച്ചുള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും ചേർത്ത് ഈ ഒരു പാകത്തിന് മൂപ്പിച്ചെടുക്കാം. തണുത്ത ശേഷം ഒരു ജാറിലേക്ക് ഇട്ട് വെള്ളം തൊടാതെ അരച്ചെടുക്കാം. ആ വറുത്ത് വെച്ച കായം കൂടി ഇത് ചേർക്കാൻ മറക്കല്ലേ. അപ്പൊ അതേ പാനിൽ തന്നെ ഒന്ന് താളിച്ച് തീ ഓഫ് ചെയ്തിട്ട് ആ ചെറിയ ചൂടിൽ തന്നെ കുറച്ച് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞപ്പൊടിയും ചേർത്ത് പച്ചമണം മാറുന്നത് വരെ ചെറുതായിട്ടൊന്ന് മൂപ്പിക്കാം. ഇനി അതിലേക്ക് പൊടിച്ചു കൊണ്ടുവന്ന ഇഞ്ചി ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഞാൻ എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ടേ. നിങ്ങൾക്കറിയാവുന്ന നല്ല നല്ല റെസിപ്പികൾ എനിക്കൂടി ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ നമ്മൾ ഇഞ്ചി പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ഞാൻ അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് നാടൻ ഇഞ്ചി അല്ലാത്തതുകൊണ്ട് ഇതിന് വലിയ കട്ടില്ലായിരുന്നു. എനിക്കിത് ഇഞ്ചിക്കറിയിൽ ചേർക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാനിത് വേർതിരിച്ച് കളയുന്നത്. ശേഷം ആവശ്യത്തിന് ഉപ്പും കുറച്ചുകൂടി പുളിവെള്ളവും ഒരു ലേശം ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് എണ്ണയൊക്കെ തെളിയുന്നത് വരെ ഒന്ന് വറ്റിച്ചെടുത്താൽ നമ്മുടെ ഇഞ്ചിക്കറി റെഡി. അപ്പൊ മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.